റാസി എന്ന് പറയുന്ന ശിവകാർത്തികേയൻ നായകനായി വന്ന് AR മുരുകദോസ് ഡയറക്റ്റ് ചെയ്ത് ബിജു മേനോൻ, വിദ്യുത് ജമാൽ, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു രുക്മിണി വസന്ത് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ച ഒരു മൂവിയാണ്. സോ ഒരു മദ്രാസി എന്ന് പറയുന്ന മൂവി അല്ലെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് റെസ്പോൺസ് ആണ് മൂവിക്ക് കിട്ടുന്നത്. അതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ AR മുരുകദോസ് തന്നെയാണ്. കാരണം റീസെൻ്റ് ആയിട്ടല്ല, കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മൂവീസ് നമ്മൾ കാണുന്നതാണ്. ഒത്തിരി ഫിലിം മേക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച മൂവിയായിരുന്നു ഗജിനി, അതുപോലെ തന്നെ തുപ്പാക്കി, കത്തി എന്നിവരൊക്കെ കൊമേഴ്ഷ്യൽ സിനിമയിൽ തന്നെ അത്യാവശ്യം നല്ല അറ്റംപ്റ്റ് നടത്തിയ ഒരു സംവിധായകനാണ്. പക്ഷേ കത്തിക്ക് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോഴത്തേക്കും വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള, വളരെ ബിലോ ആവറേജ് ടു നെഗറ്റീവ് റിവ്യൂസ് വന്ന മൂവീസാണ് മിക്കതും. അതിപ്പോൾ രജനീകാന്ത് അഭിനയിച്ച ദർബാദ് ആണെങ്കിലും, ആ ഒരു അക്കീറ, സോനാക്ഷി സിൻഹ അഭിനയിച്ച അക്കീറ ആണെങ്കിലും, അതായത് വിജയുടെ സർക്കാർ, മഹേഷ് ബാബുവിൻ്റെ സ്പൈഡർ, അങ്ങനെ പല പല സിനിമകളുണ്ട്. സോ ആ ഒരു ഫേസ്, അതായത് അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലെ ഫേസ്, ഈവൻ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായ സ്റ്റാലിൻ, ചിരഞ്ജീവിയുടെ സ്റ്റാലിൻ പോലും എല്ലാവരും ചിരഞ്ജീവിയുടെ ഓർത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അങ്ങനെയുള്ള മൂവീസ് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് AR മുരുകദോസ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ടു തീർക്കാൻ തന്നെ ആ ഒരു മൂവീസ് പാടാണ്, പ്രത്യേകിച്ച് ഒരു ദർബാറും സർക്കാർ പോലത്തെ മൂവീസൊക്കെ. സോ അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം സിക്കന്ദർ ചെയ്തത്, സൽമാൻ ഖാൻ നായകനായി വന്ന. അതിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നെഗറ്റീവ് റിവ്യൂസ് എന്ന മൂവിയാണ്. അതിനുശേഷമാണ് മദ്രാസി എന്ന് പറയുന്ന ഈ ഒരു ശിവകാർത്തികേയൻ്റെ മൂവി ഇറങ്ങുന്നത്. സോ എല്ലാവർക്കും തന്നെ ശിവകാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ പോസിറ്റീവും ശിവകാർത്തികേയൻ തന്നെയാണ്. കാരണം ഇതിലെ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒത്തിരി മെൻ്റൽ സ്ട്രഗിൾസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിനൊരു പ്രത്യേകിച്ച് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു പെർഫോമൻസിൽ ആ സംഭവം കൊണ്ടുവരാം. പക്ഷേ ചിലപ്പോൾ ഓവർ ദ ടോപ്പ് അങ്ങനെയുള്ള ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് അത് ആ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ തന്നെ അത് സിനിമ കണ്ടവർക്ക് അതറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആണ് ആ ഒരു സിനിമയുടെ പോസിറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ ആക്ഷൻ സീക്വൻസസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതെന്നാണ്. കാരണം അപ്പോഴത്തെ വില്ലനായി വരുന്നത് വിദ്യുത് ജമാലാണ്. വിദ്യുത് ജമാലിൻ്റെ ആ ഒരു ആക്ഷൻ സീക്വൻസസും ആ ഒരു ഫസ്റ്റ് ആ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സീക്വൻസ് ഉണ്ട്, ആ ഒരു ഡയലോഗ്സ്, ആ ഒരു ഡബ്ബിങ്ങിൽ വരുന്ന ആ ഒരു ഡയലോഗ്സ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം വർക്കൗട്ട് ആവുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് സീനിൽ തന്നെ. സോ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ ഒരു ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ആക്ഷൻ സീക്വൻസസ്, ആ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീക്വൻസസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് നൽകുന്നത്. സോ ഒരു ആക്ഷൻ സീക്വൻസസും ഈ ഒരു സിനിമയുടെ വലിയൊരു പോസിറ്റീവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സിനിമ വർക്കൗട്ട് ആവുന്നില്ല എന്ന് ചോദിച്ചാൽ, രുക്മിണി വസന്തിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറും ശിവകാർത്തികേയനും തമ്മിലുള്ള റൊമാൻസ് സിനിമയുടെ ഒരു വൈറ്റൽ പാർട്ടാണ്. അതിന് പാരലായിട്ട് തന്നെ ഒരു NIA ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു NIA ഓപ്പറേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ബിജു മേനോനാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. സോ അവർ നടക്കുന്ന ഓപ്പറേഷൻസിലോട്ട് ആണ് ഈ ഒരു ശിവകാർത്തികേയൻ്റെ ക്യാരക്ടറും രുക്മിണി വസന്തിൻ്റെ ക്യാരക്ടറും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ റൊമാൻസ് വളരെ വൈറ്റലാണ് ഈ ഒരു സിനിമയിൽ. പക്ഷേ നമുക്ക് എവിടെയും കണക്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു റൊമാൻസ് ആണ് അത്. കാരണം ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള റൊമാൻസ് സ്ക്രീനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും കല്ലുകടിയാണ് പലയിടങ്ങളിലും ആ റൊമാൻസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു NIA ഓപ്പറേഷൻസ്, വളരെ സീരിയസ് ആയിട്ടുള്ള NIA ഓപ്പറേഷൻസ്, തമിഴ്നാട്, ആ ഒരു തമിഴ്നാടിൻ്റെ ലാൻഡിലോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു ഗൺസിൻ്റെ ബിസിനസ്, അതൊക്കെയാണ് സിനിമയുടെ വൈറ്റൽ സ്റ്റോറി ആയിട്ട് വരുന്നത്. അത് തടയാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു NIA ഓപ്പറേഷൻസ്. പക്ഷേ ഒരു NIA ഓപ്പറേഷൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു തുപ്പാക്കി എടുത്ത ഡയറക്ടർ തന്നെയാണ് ഇത് എടുക്കുന്നതെന്നൊരു ഡൗട്ട് തോന്നും. കാരണം അങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അവരുടെ സ്ട്രാറ്റജിയും ഇതൊന്നും കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വേറൊരു പ്രധാന നെഗറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവം നടക്കുമ്പോൾ പാരലായിട്ട് ശിവകാർത്തികേയൻ്റെ റൊമാൻസും ആ ഒരു ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡാൻസിലൊക്കെയാണ് സിനിമ വരുന്നത്. അതുതന്നെയാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. സോ പിന്നെ പറയുകയാണെങ്കിൽ AR മുരുകദോസിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ മൂവീസ്, അതായത് ദർബാർ, സർക്കാർ, ഇതുപോലത്തെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബെറ്റർ ഔട്ട്പുട്ട് ഈ ഒരു സിനിമ തരുന്നുണ്ട്. ഒരു ആവറേജ് രീതിയിലോട്ട് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് രീതിയിലോട്ട് പോകുന്നതല്ലാതെ ഒരു ഡിസാസ്റ്റേഴ്സ് നമുക്ക് കണ്ടിരിക്കാനേ പറ്റില്ല, അൺബെയറബിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല. സോ മേ ബി ഒരു പ്രാവശ്യം കണ്ട് മറക്കാം എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയാണ് സിനിമ പോകുന്നത്. അതിൻ്റെ മെയിൻ കാരണം ശിവയുടെ ആ ഒരു എഫേർട്ടാണ്, ശിവകാർത്തികേയൻ്റെ ആ ഒരു എഫേർട്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസസിലാണെങ്കിലും ആ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്ത രീതിയാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു എഫേർട്ട് നമുക്ക് കാണാം. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.